ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. കേരള ജനതയുടെ മേൽ ജലവുമായി നിലകൊള്ളുന്ന മുല്ലപ്പെരിയാർ ഡാം അടിയന്തരമായി ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുവാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റി. തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയും എന്ന നമ്മുടെ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതിന്റെ ആവശ്യകത അറിയാമെന്നിരിക്കെ എല്ലാവരും നിസ്സംഗത മനോഭാവത്തോടെയാണ് ഇത് നോക്കിക്കാണുന്നതെന്നും ഈ പ്രദേശത്തെ ജനങ്ങളെ ഇറക്കിവിടാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള ചില കപട പ്രകൃതി സ്നേഹികളുടെ ഗൂഢപദ്ധതികൾക്ക് മൗന അനുവാദം നൽകുന്ന തരത്തിലാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത് നോക്കി നിൽക്കണമെന്നത് മനുഷ്യത്വരഹിതമാണെന്നും നേതാക്കൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേരള തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഗുരുതരമായി ഈ വിഷയത്തിൽ തീർപ്പുണ്ടാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കാലപ്പഴക്കം ചെന്ന ഒരു ഡാം ഇനിയും ഇവിടെ ഉറപ്പോടുകൂടി ശക്തമായി ഇവിടെ നിലനിൽക്കും, അതിനൊരു അപകടവുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് നീതീകരിക്കാൻ കഴിയുന്നതല്ല. 40 ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന ഈ ഗൗരവമേറിയ ഈ പ്രശ്നത്തിൽ അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണം. രണ്ടാമതായി പറയാനുള്ളത്, ഏതാണ്ട് 6ഓളം ജില്ലകളെ പരിപൂർണമായും ബാധിക്കുന്ന ഒരു വിഷയമാണ്, ഗൗരവമായ വിഷയമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം. എന്തെങ്കിലും സംഭവിച്ചാൽ, തകർച്ച സംഭവിച്ചാൽ ബാധിക്കപ്പെടാൻ പോകുന്നത്, തകരാതിരിക്കട്ടെ, അങ്ങനെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇതിന് കാലപ്പഴക്കം മൂലം ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ബലമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും എക്സ്പേർട്ടായിട്ടുള്ള ആരെങ്കിലും ഇതുവരെ അതിനെക്കുറിച്ച് ഒരു ഉറപ്പ് ആരും പറഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു ഗവൺമെന്റിന്റെയും ഒന്നാമത്തെ പരിഗണന. ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം കൊടുത്തേ മതിയോ? ഒരു ഉരുളുപൊട്ടി ഉണ്ടായ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു ഡാം തകർന്നാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകരമായ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ജനങ്ങൾ ആശങ്കയിലാണ്. ഈ ആശങ്കകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെടണം. ഇത് സംബന്ധിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഇരു സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ എന്നിവർക്ക് നിവേദനം നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു. യോഗത്തിന് ജോർജി ഇടപ്പള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ജോസ് പൊട്ടംപ്ലാക്കൽ, TV ജോസുകുട്ടി, OT ജോൺ, NJ ചാക്കോ, MJ കുര്യൻ, ബിജു അക്കാട്ടുമുണ്ട, ജോയി കണിയാമ്പറമ്പിൽ, CB കൊച്ചുവള്ളാട്ട്, ജോയി നമ്പുടാകത്ത്, ജോർജ് അരിപ്ലാക്കൽ, ബേബി പടിഞ്ഞാറേക്കുടി, PG പ്രകാശ്, ടോമി തെക്കൽ, സെബാസ്റ്റ്യൻ പേഴുങ്കാട്ടിൽ, തങ്കച്ചൻ വളന്നാമറ്റം, കുര്യാച്ചൻ കൊച്ചുപരിക്കൽ, സണ്ണി പാട്യാലിൽ, ഫിലിപ്പ് കോലത്തുംകുഴി, സജി വെട്ടുകാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, AM ന്യൂസ് നെറ്റ്വർക്ക്, ഇടുക്കി. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.